ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഈ ഒരു സമയത്തോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് വന്നിട്ട് ഗോഡസ് കോൺഷ്യസ്നെസ്, ഓക്കെ, ദേവിയുടെ എനർജി, മെയിനായിട്ട് ദുർഗാദേവിയുടെ എനർജിയുടെ ചാനലിംഗ് ആണ് മെയിനായിട്ട് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ട ടൈമാണ്. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, വീഡിയോയുടെ രൂപത്തിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ടൈം വേണമെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുക, അല്ലെങ്കിൽ പോസ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഇമേജൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ പൈൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. ഓക്കെ, ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഈ ഒരു സമയത്തോട്ടുള്ള നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഈ മെസ്സേജസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പൈൽ നമ്പർ 1, താങ്ക് യു. പൈൽ നമ്പർ 1, താങ്ക് യു. ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ഹയറോഫൻ്റ് ആണ് വന്നേക്കുന്നത്. ടെമ്പറൻസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഫൈവ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, 10 ഓഫ് പെൻറ്റക്കിൾസ്, Page of Cups, Nine of Wands in energy. ബാക്കിൽ വന്നിട്ട് 4 of Cups in എനർജിയാണ്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ന്യൂസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കിത് എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ ഗൈഡൻസ് ആയിരിക്കാം. അപ്പോൾ അത് കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, ഏത് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മൈൻഡ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം ഇവിടെ 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഡേ തുടങ്ങണ സമയത്ത് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് സ്റ്റഡീസായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ആയിരിക്കാം. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് എന്ത് കാര്യങ്ങൾ ചൂസ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യണം, അതിലൊരു കൺഫ്യൂഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ട്രഡീഷനായിട്ട് അല്ലെങ്കിൽ മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവിടെ പീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, ആ ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആഫ്റ്റർനൂൺ ടൈം കഴിയുന്തോറും നിങ്ങളുടെ ആ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൈറ്റ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സന്ധ്യ തൊട്ടിട്ട് ഉള്ള ടൈം പീരീഡിൽ ഒത്തിരി പോസിറ്റീവ് ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഈ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു, അതെല്ലാം കുറച്ചും കൂടെ റിലാക്സ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ബാലൻസിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാകാം, എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടാകാം, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു കാര്യങ്ങളായിട്ട് കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആ ഒരു എനർജി ആയിരിക്കും. അതുപോലെ തന്നെ ഒത്തിരി അറിവ്, ഒത്തിരി നോളേജിൻ്റെ എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
ചിലപ്പോൾ നിങ്ങളുടെ കരിയറിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം. എന്തെങ്കിലും അഡ്വൈസ്, വാല്യുബിൾ ആയിട്ടുള്ള ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, അതെല്ലാം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേര് ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒത്തിരി പോസിറ്റീവ് എനർജി, ഒത്തിരി ക്രിയേറ്റീവ് എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് തിയേറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡ്രാമ, കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നുണ്ടാകാം. അവിടെ കുറേ പേർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഈ ഒരു 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി മെൻ്റൽ കൺഫ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ആയിരിക്കാം. ആര് ജയിക്കും, അല്ലെങ്കിൽ ആരാണ് റൈറ്റ്, ആരാണ് റോങ്, അതിൽ നിന്ന് കുറച്ചൊന്ന് വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഹെഡേക്ക്, ഒത്തിരി പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പാത്തുണ്ട്, അവരുടേതായിട്ടുള്ള ആ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾ കൂടുതൽ ടാപ്പിൻ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മെൻ്റൽ ടെൻഷനിൽ നിന്നിട്ട് പുറത്തു കടക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്, ഉള്ളിലോട്ടെടുക്കുന്നത്, അതെല്ലാം സന്തോഷത്തിൻ്റെ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി സ്ട്രെസ്സ് നൽകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല കോമഡി മൂവീസ് കാണാനായിട്ട്, നിങ്ങൾക്ക് എന്താ പറയുക, ഉള്ളിലൊരു ഹാപ്പിനെസ് കൊണ്ടുതരുന്ന തമാശയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുക. ഓക്കെ, അതും ഒത്തിരി പോസിറ്റീവായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. അഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ I have a spot at the table, my story matters. ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്തു, മുന്നോട്ട് വെച്ചു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു പരിഗണന ലഭിക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു പ്യുവർ മാജിക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. കാരണം നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ കാര്യങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ലൈഫ്, അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെയും ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ആ ഒരു മാജിക്ക് മനസ്സിലാക്കുക. എന്തെങ്കിലും അങ്ങനത്തെ നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്, എന്തെങ്കിലും മെൻ്റൽ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ ആ ഒരു പ്ലേസ്, ആ ഒരു സ്ഥലം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ഓക്കെ, പ്രത്യേകിച്ചും ഇന്ന് എന്തെങ്കിലുമൊക്കെ കോൺഫറൻസ്, എന്തെങ്കിലുമൊക്കെ മീറ്റിംഗ്, ചിലപ്പോൾ ഇത് ഡൈനിങ് ടേബിളിൽ നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ മീറ്റിംഗ്, അതൊക്കെ ആയിരിക്കും. ആ സമയത്തും ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗൈഡൻസ് എന്താണ്. അപ്പോൾ എന്നാണോ നിങ്ങൾ ഈ ഒരു റീഡിങ്ങിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്നത്, അതാണ് കറക്റ്റ് ടൈം ഇത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈൽ നമ്പർ 2. താങ്ക് യു. താങ്ക് യു. ദ ഹെർമിറ്റ്, ക്യൂൻ ഓഫ് സോഡ്സ്. ഈ ഒരു ഹെർമിറ്റിൽ വന്നിട്ട് എനിക്കൊരു ലോൺലിനെസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റപ്പെട്ടു പോയ ആ ഒരു എനർജി കുറച്ച് പേർക്ക് ഈ ഒരു മോർണിംഗ് ടൈമിൽ കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ദ സ്റ്റാർ, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒത്തിരി ഫാമിലിയുടെ അല്ലെങ്കിൽ മദറിൻ്റെ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജിയുടെ സപ്പോർട്ട് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇതിവിടെ നെയ്ബേഴ്സും കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുണ്ട്. 7 ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ്, ദ ലവേഴ്സ്. ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ കൂടെ സ്പിരിച്വലായിട്ട്
എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട്, ഹീലിങ്ങിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേര് ഈ ഒരു റീഡിങ് വന്നിട്ട് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാകുക. അപ്പോൾ പ്രയേഴ്സ്, പ്രാർത്ഥനകൾ, ഓക്കെ, അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈവനിങ് ടൈം, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ടൈം, ആ ഒരു സമയത്ത് നിങ്ങൾ വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ആ ഒരു റിലീജിയസ് പ്രാക്ടീസ്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടാകാം, ഒത്തിരി ഇമോഷണൽ ആകുന്നുണ്ടാകാം. അപ്പോൾ അതിനെല്ലാം സപ്രസ് ചെയ്യാതിരിക്കുക, അടിച്ചമർത്താതിരിക്കുക. ഓക്കെ, ആ ഒരു എനർജി എല്ലാം നിങ്ങളിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുക. ബാക്കിൽ വന്നിട്ട് 7 ഓഫ് സോഡ്സിൻ്റെ എനർജി, ചാരിയറ്റിൻ്റെ എനർജി, ഹാങ്ഡ് മാൻ്റെ എനർജി. ഓക്കെ, ഈ പൈൽ സെലക്ട് ചെയ്തവരിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സെപ്പറേഷൻ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക, ആ ഒരു എനർജി കൂടെ കുറച്ച് പേര് പോയിട്ടുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ടാകാം. ആ ഒരു ഫീലിംഗ്, ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ ഒത്തിരി നിങ്ങൾ വിചാരിക്കാത്ത ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാകാം. നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ക്യാരക്ടറിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാകാം. ആ ഒരു ഇൻസിഡൻറ്റ് വന്നിട്ട് നിങ്ങളെ കുറച്ചും കൂടെ ഹാർഷായിട്ട് നിങ്ങളോട് തന്നെ പെരുമാറുക, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷനെല്ലാം ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം പീരീഡാണ് ഈ ഒരു സമയം വന്നിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഡൈജഷൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, വയറ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചുകൂടെ കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് ഇത് സ്റ്റെയേഴ്സ് അല്ലെങ്കിൽ ഹൈറ്റ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേടിയുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് അല്ലെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത്, വർക്കിലാണെങ്കിൽ അവിടെ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുക, ഹീലിങ്ങിലാണെങ്കിൽ അതിൽ കുറച്ചും കൂടെ നിങ്ങൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മണി, ഫിനാൻസ് എന്ത് വേണമെങ്കിലും ആകാം, ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, അർപ്പണ മനോഭാവം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആക്ഷൻസ് എടുക്കാനായിട്ട്, കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ മടിച്ചിരിക്കാതിരിക്കുക. പാസ്റ്റിലെ പല കാരണങ്ങൾ കൊണ്ടിട്ടും നിങ്ങൾ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ബോൾഡ് കുറച്ച് മുന്നോട്ട് വരാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരോട് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ അപ്രോച്ച് കൊണ്ടുവരാനായിട്ടും പറയുന്നുണ്ട്. മെയിനായിട്ട് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഇഷ്യൂസിൽ, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസിൽ കൂടെ പോകുന്നുണ്ട്, പേഴ്സണൽ ഇഷ്യൂവിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു വ്യക്തത, ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ മണി, ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഇവിടെ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം ഈ ഒരു ദിവസം വന്നിട്ട്. അതുപോലെ തന്നെ ഇന്നർ സ്ട്രെങ്ത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പവർ, ശക്തി, അതിൽ നിങ്ങൾ വിശ്വസിക്കാനായിട്ട് സ്ട്രോങ് സ്റ്റാൻഡൊക്കെ എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. താങ്ക് യു. കണ്ടോ, ഐ ഹാവ് ദ കറേജ് ടു പെർസ്യൂ മൈ ഡ്രീംസ് ഫിയർലെസ്ലി. എന്താണോ നിങ്ങളെ പേടിപ്പെടുത്തുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ടാണോ നിങ്ങൾ പിന്നോട്ട് പോകുന്നത്, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക, വ്യക്തത കൊണ്ടുവരിക. അതുപോലെ തന്നെ വർത്ത് ഇഷ്യൂസ്, അതായത് നിങ്ങളുടെ സെൽഫ് വർത്ത് ഇഷ്യൂസ്, നിങ്ങളെ കുറച്ച് കാണുക, പാസ്റ്റ് വെച്ചിട്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യുക, ആ ഒരു എനർജി ഹീൽ ചെയ്യുക. നിങ്ങൾ വർത്തിയാണ്, ലൈഫിലെ എല്ലാ ബ്ലെസ്സിങ്സിനും എല്ലാ നന്മകൾക്കും നിങ്ങൾ നിങ്ങൾക്ക് അർഹതയുണ്ട്. ആ ഒരു എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.